Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina may yahdihillahu fala mudilla lahu wa may yudlil fala hadiya lahu wa nashhadu an la ilaha illa Allah wahdahu la sharika lahu wa nashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal mushrikun. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഫാമിലി കോൺഫറൻസിൽ വളരെ സുപ്രധാനമായ നാടിനെയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കുന്ന ഏതാനും ചില വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പ്രശ്നങ്ങൾ എണ്ണാൻ നമ്മളോട് പറഞ്ഞാൽ ജാതിമത ഭേദമന്യേ, പാർട്ടി ഭേദമന്യേ നമ്മളെല്ലാവരും ഒരുപോലെ എണ്ണുന്ന ഒരു വിഷയമായിരിക്കും ലഹരി എന്ന് പറയുന്നത്. ലഹരി ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അതൊരു തിന്മയാണ്. നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും കാർത്തു നിന്ന എല്ലാ തിന്മകളുടെയും മാതാവായ ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമുണ്ടാകാൻ സാധ്യതയില്ല. അതിനെതിരായ ബോധവൽക്കരണങ്ങളും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുമെല്ലാം നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ നാട്ടിലുമെല്ലാം വളരെ വ്യാപകമായി നടക്കാറുണ്ട്. ഇവിടെയാണ് ഇത്തരമൊരു വിഷയം ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഒരുപാട് ആളുകൾ, നമ്മുടെ കുടുംബത്തിലും നാട്ടിലും അടക്കമുള്ള ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും യുവതലമുറയിലുള്ള വിദ്യാർത്ഥികളായ ആളുകൾ ഈ കെണിയിലേക്ക് പെട്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരക്കാരായ ആളുകളോട് സംസാരിച്ചു നോക്കിയാൽ അവരെ ആ ലഹരി എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആ തിന്മ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു തിന്മയിൽ തുടരാൻ അവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. അത് പരിശോധിക്കുകയും എന്തുകൊണ്ട് അത്തരത്തിലുള്ള ന്യായങ്ങൾ അവർ പറയുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി തിന്മകൾ ഏത് രൂപത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് പരിശോധിക്കാനാണ് വളരെ ചെറിയ സമയത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവർ പറയുന്ന പ്രധാന ന്യായമെന്ന് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന ഒരു ന്യായമായിരിക്കും. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലഹരി എന്ന ആസ്വാദനം അതെന്തിനെ നമ്മൾ ഒഴിവാക്കണം? അല്ലെങ്കിൽ വേറെ ചില ആളുകളുടെ ന്യായം, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നതായിരിക്കും. അതുമല്ലെങ്കിൽ വേറെ ചില ആളുകൾ പറയുന്ന ന്യായം, ഇക്കാലത്ത് ഇതൊക്കെ വളരെ സർവ്വസാധാരണമായ ഒരു കാര്യമല്ലേ എന്നതായിരിക്കും. അതുമല്ലെങ്കിൽ വേറെ ചില ആളുകൾ പറയുന്നത്, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹറാമും ഹലാലും ഒക്കെ നോക്കി, നന്മയും തിന്മയും ഒക്കെ നോക്കിക്കൊണ്ട് ജീവിക്കൽ അതൊക്കെ പ്രാവർത്തികമാണോ? അങ്ങനെയൊക്കെ ജീവിച്ചാൽ ശ്വാസം മുട്ടിക്കൊണ്ട് ഒന്നും ചെയ്യാതെ ഒരാസ്വാദനവുമില്ലാതെ ജീവിക്കേണ്ടി വരില്ലേ എന്നതായിരിക്കും. ഞാൻ പറഞ്ഞത്, ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ന്യായങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ ലഹരി ഉപയോഗിക്കാത്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ന്യായങ്ങൾ തന്നെയാണ് ഏകദേശം എല്ലാ തിന്മകൾക്കുമുള്ള ന്യായങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഇരിക്കുന്ന ഓരോരുത്തരും, നമ്മളൊരു പക്ഷേ ലഹരി ഉപയോഗിക്കുന്നവർ ഈ സദസ്സിൽ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും ചില തിന്മകളുണ്ട്. ആ തിന്മകൾക്ക് നമ്മൾ പറയുന്ന ന്യായം എന്താണ് എന്ന് നമ്മൾ സ്വയം ആലോചിച്ച് നോക്കുക. ഇതൊക്കെ തന്നെയല്ലേ ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യാത്ത ആരാ ഉള്ളത്? അല്ലെങ്കിൽ ഇതൊക്കെ നോക്കി നടന്നാൽ, ഈ ഹറാമും ഹലാലും ഒക്കെ നോക്കി നടന്നാൽ നടക്കുമോ? അങ്ങനെയൊക്കെ ദീനീപരമായി നോക്കി നടന്നാൽ ശ്വാസം മുട്ടില്ലേ? നമുക്ക് ആസ്വാദനങ്ങൾ ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള ന്യായങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള തിന്മക്കും നമ്മൾ പറയുന്ന ന്യായം. ഏതെങ്കിലും ഒരു തിന്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ പലിശ വാങ്ങുന്നവരാണെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ പലിശ ഹറാമാകുന്നു. പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ചെറിയ അംശം പോലും, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുക എന്ന, നമുക്കൊന്നും ആലോചിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ഗൗരവകരമായ കാര്യത്തോടാണ് ഖുർആൻ തുലനപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നിട്ടും നമ്മൾ പറയുന്ന ന്യായം എന്താ? അതൊക്കെ നോക്കി ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? എല്ലാവരും ഇത് ചെയ്യുന്നതല്ലേ, സർവ്വസാധാരണമല്ലേ എന്നുള്ള ന്യായങ്ങളല്ലേ
ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ തിന്മകളുടെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ വഴിയാണ് ലഹരിയെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇതിനുമപ്പുറത്ത് നമ്മുടെ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പൊതുവെ പരാതി പറയാറുണ്ട്, പരിഭവം പറയാറുണ്ട്. ഇന്നത്തെ കാലത്തെ തലമുറ തീരെ ശരിയില്ല, ഒരുപാട് തിന്മകളിൽ വ്യാപൃതരാണവർ എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് തിന്മകൾ ഇത്രമേൽ വ്യാപകമായത്? അതിൻ്റെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, പണ്ട് തിന്മകൾ തെറ്റായിരുന്നു. മുമ്പും ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു മുമ്പ് ലഹരി ഉപയോഗിച്ചിരുന്നത്. പണ്ടും അശ്ലീലം കണ്ടിരുന്നു, അല്ലെ? ആരും കാണാതെ ഏതെങ്കിലും ഒരു നീലചിത്രത്തിന്റെ CD ഒപ്പിച്ച് ആളില്ലാത്ത ഏതെങ്കിലും വീട് തപ്പി അവിടെ TV വേറെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടായിരുന്നു മുമ്പ് അശ്ലീലം കണ്ടത് എങ്കിൽ ഇന്നത്തെ മാറ്റം എന്താ? ഇന്നത് അവകാശങ്ങളാണ്. തിന്മകൾ ചെയ്യുക എന്നുള്ളത് അവകാശങ്ങളാണെന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതുവരെ എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ക്യാമ്പസുകളിൽ മാസ്റ്റർബേഷൻ ഡേകൾ ആചരിക്കുന്ന അവസ്ഥയിലേക്ക്, പോണോഗ്രഫി ഡേകൾ ആചരിക്കുന്ന അവസ്ഥയിലേക്ക്, അത് കൊണ്ടാടപ്പെടുന്ന അവസ്ഥയിലേക്ക്, സ്വകാര്യമായി തിന്മ ചെയ്യാന്ന് മാത്രമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളത് ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. മുമ്പ് സദാചാരം എന്ന് പറയുന്നത് ആചാരം, നല്ല ആചാരം, നല്ല നടപ്പ് എന്നായിരുന്നെങ്കിൽ ഇന്ന് സദാചാരം എന്ന് പറയുന്നത് തന്നെ ഒരു ഔട്ട്ഡേറ്റഡ് ആയ, കാലത്തിന് യോജിക്കാത്ത ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇതാണ് പ്രശ്നം. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ സമൂഹം തിന്മകളുടെ വിഷയത്തിൽ മുന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കാത്ത ആളുകൾക്ക് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. അത്തരക്കാരായ ആളുകൾ നമ്മളെല്ലാവരും ഈ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ തിന്മകളെ കുറിച്ച് മാത്രമല്ല, നമ്മൾ ഒരിക്കലും അംഗീകരിക്കാത്ത വലിയ വിഷയങ്ങളെക്കുറിച്ച് പോലും നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന യുവാക്കളായ ആളുകളോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ മതി. ഞാൻ ഏതാനും ചില രംഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്തെ ഒരു ചോദ്യം നിങ്ങളോടെല്ലാവരോടും ആദ്യം ഞാൻ ആ ചോദ്യം ചോദിക്കാം. അവിഹിത ബന്ധം ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? രണ്ടാമതൊന്നും ആലോചിക്കാത്ത രൂപത്തിൽ നമ്മളൊക്കെ ഒരു പക്ഷേ തെറ്റാണ് എന്ന് വേറെ ഒന്നും ആലോചിക്കാതെ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? പക്ഷേ പുതിയ തലമുറ എങ്ങനെയാണ് അതിന് മറുപടി പറയുന്നത്? അതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, ഓരോരുത്തരുടെ ഫീലിങ്സും അതുപോലെ ഇമോഷൻസും അല്ല. അപ്പൊ അത് നമ്മൾ കൈയെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അത് ഓരോരുത്തരുടെ ക്യാരക്ടർ, ഓരോരുത്തരുടെ ഫീലിങ്സ് അനുസരിച്ചുള്ള കാര്യം. അതിലിപ്പം വേറെ ഒരാൾ ഇടപെടുക എന്ന് വെച്ചാൽ വേറൊരു വിഷയമായി തീരും. അതല്ല, അവരവരുടെ റൈറ്റ്സ് ആണല്ലോ. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ അത്. അതിൽ ഇപ്പോൾ ചിലവർക്ക് അങ്ങനത്തെ മൈൻഡുള്ളവരായിരിക്കാം. ഇല്ല. പറഞ്ഞു വരുന്നത്, അവിഹിത ബന്ധം തെറ്റോ ശരിയോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്താ? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഞാൻ പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അത്തരം ഒരു വിഷയം കടന്നു വരുമ്പോൾ തന്നെ എന്താണ് ആ മറുപടിയുടെ പാറ്റേൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിഹിത ബന്ധങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ള കൂടുതൽ ആലോചിക്കേണ്ടതില്ലാത്ത ചോദ്യത്തിന് പോലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്നുള്ളതാണ് മറുപടി. ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. ഇത് അവിഹിത ബന്ധത്തെക്കുറിച്ച് മാത്രമാണ്. അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഒരു പ്രസവം നടക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? നിങ്ങൾ കേട്ടോളൂ. അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫീമെയിലിന് തീരുമാനിക്കാം അവരുടെ ബോഡി, അവരുടെ മൈൻഡ്. സോ അതിന് മറ്റുള്ള ആൾക്കാരുടെ കൺസേണും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അത് നോർമലായി തുടങ്ങി. പക്ഷെ കേരളത്തിലൊരു ചിന്താഗതി വെച്ചിട്ടാണ് ഇപ്പോഴും അങ്ങനെയൊന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത് സൊസൈറ്റി അത്രത്തോളം വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ അതൊക്കെ ഒരു ടീനേജ് കഴിഞ്ഞപ്പോൾ 18 വയസ്സിന് ശേഷമാണെങ്കിൽ അതൊക്കെ അയാളുടെ ചോയ്സാണ്. എങ്ങനെയാണ് വേണ്ടത്, അല്ലെ ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടാണോ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണ്ടത്, അല്ലെങ്കിൽ അതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഏത് ചോദ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഏത് ചോദ്യം ചോദിച്ചാലും അതിനുള്ള മറുപടിക്കൊരു പാറ്റേൺ ഉണ്ട്. അതെന്താ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഏതു വിഷയത്തിലും ഞാൻ പറയുന്നത്, ഈ ചിന്താഗതിയുള്ള കുട്ടികൾ അവരോട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചാലും അവരുടെ മറുപടി സെയിം പാറ്റേണിലായിരിക്കും. പ്രായപൂർത്തിയായ, അല്ലെങ്കിൽ അതുപോലെ തന്നെ
വളർന്നിട്ടുള്ള ഒരാൾ, ഒരു ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തി, അയാളുടെ ചോയ്സ് അല്ലേ അയാൾ എങ്ങനെ ആസ്വദിക്കണമെന്ന്, എന്തുപയോഗിക്കണമെന്ന് അയാളുടെ ചോയ്സ് അല്ലേ എന്നാണ് പറയാ. ഏതുവരെ എന്ന് ചോദിച്ചാൽ കഞ്ചാവ് ഉപയോഗത്തെക്കുറിച്ച് പോലും ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ലീഗലി ബാൻഡ് ആയിട്ടുള്ള, നിരോധിക്കപ്പെട്ടിട്ടുള്ള MDMA കുറിച്ചും കഞ്ചാവിനെ കുറിച്ചും ചോദിച്ചാൽ പോലും അവിടെ മറുപടി എന്താ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, സ്വകാര്യതയിലേക്ക് കൈകടത്തുന്നത് എന്നതാണ് ആ ചോദ്യത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചിന്താഗതിയാണ് ഈ ഫാമിലി കോൺഫറൻസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ചിന്താഗതി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്കും നമ്മുടെ ചിന്തയിലേക്കും കയറി വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ ഒരു തിന്മയെയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ നമ്മുടെ നാട്ടിൽ നിന്നോ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഇത് വെറുതെ പറയുന്നല്ല, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു കാര്യം ശരി തെറ്റുകളുടെ മാനദണ്ഡമാക്കിയാൽ, അതടിസ്ഥാനത്തിൽ നമ്മൾ ശരിയും തെറ്റും വേർതിരിച്ചാൽ എന്താണ് സംഭവിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞു, ഇന്ന് ലഹരി വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ കലാലയങ്ങളിലേക്ക് നമ്മൾ പോയി ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നമ്മൾ നടത്താറുണ്ട്. ആ ക്യാമ്പയിനിൽ പോയി നമ്മൾ എന്താ പറയുക? ലഹരി ഉപയോഗിക്കാൻ പാടില്ല കുട്ടികളെ. എന്താ കാരണം? ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കരളടിച്ചു പോകും, കിഡ്നി അടിച്ചു പോകും, നിങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചിന്താഗതി ബാധിച്ചിട്ടുള്ളവരാണ് ആ കുട്ടികളെങ്കിൽ അവർ മനസ്സിലെന്താ വിചാരിക്കുക? അവരിങ്ങനെ കേട്ടിരിക്കും, പക്ഷേ അവർ മനസ്സിൽ ചില മറുപടി പറയുന്നുണ്ടാവും. ആയിക്കോട്ടെ, കരളടിച്ചു പോയിക്കോട്ടെ, കിഡ്നി അടിച്ചു പോയിക്കോട്ടെ, അതിനെന്താ? ഈ ജീവിതം എന്ന് പറയുന്നത് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. ആ ഉള്ള ജീവിതം പരമാവധി ആസ്വദിക്കുക എന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് അവരെ ആരെയൊക്കെയോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സിനിമകളിലൂടെ, റീലുകളിലൂടെ, ഷോർട്സിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അത്തരമൊരു ചിന്താഗതി അവരുടെ തലയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്ര കരളടിച്ചു പോകുന്ന, എത്ര കിഡ്നി അടിച്ചു പോകുന്ന കഥ പറഞ്ഞതുകൊണ്ടും യാതൊരു കാര്യമില്ല. ഇത് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല, അശ്ലീലം ആസ്വദിക്കുന്നവരോട് നമുക്ക് അവരെ തടയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് അവരും പറയുന്നത് ഇതേ ന്യായമായിരിക്കും. അതെന്റെ ഇഷ്ടല്ലേ, എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത്? അധ്യാപകർ അല്ലെ, മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട്, സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ, അധ്യാപകർ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കുന്നവരാണ്, നാളെയുടെ പൗരന്മാരെ സൃഷ്ടിക്കുന്നവരാണെന്നൊക്കെ പറയാറുണ്ട്. ആ നിലക്ക് സംസ്കാരവും ധാർമ്മികതയും ഒക്കെ അതിൻ്റെ ബാലപാഠങ്ങൾ സ്കൂളുകളിൽ നടക്കാൻ നമ്മൾ പഠിക്കുമായിരുന്നു. പക്ഷെ ഇന്നതിന് സാധ്യമാവോ? ഇന്ന് അധ്യാപകന്മാരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയാ, ഞങ്ങൾ ആ പരിപാടിക്കില്ല, ഞങ്ങളുടെ ജോലി ചെയ്ത് തിരിച്ചു പോയിക്കോളാം. കാരണം എന്താ? ഞങ്ങളെങ്ങാനും ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ടാൽ കുട്ടികൾ തിരിച്ചു ചോദിക്കും, അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ, മാഷ് എന്തിനാ ഇടപെടുന്നത്, ടീച്ചർ എന്തിനാ ഇടപെടുന്നത്, മാഷയുടെ പണി ചെയ്ത് പോയാൽ പോരെ എന്ന ചോദ്യം തിരിച്ചു വരും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഗുണദോഷിച്ചാൽ നേരെ ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് വിളിയും പോകും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തെ മാറ്റിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം. അവിടെ ഏതൊരു തിന്മയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശരി തെറ്റുകൾ വേർതിരിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നുള്ള, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കൃത്യമായൊരു ചിന്തയായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അറിയുന്ന നമ്മെ സൃഷ്ടിച്ച നമ്മുടെ പടച്ചവൻ, ആ പടച്ചവൻ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ശരി തെറ്റുകളുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. പടച്ചവൻ ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കില്ല. പടച്ചവൻ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ശരി എന്നുള്ളതായിരിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാട്. അതിനപ്പുറത്തേക്ക് തിന്മകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സെങ്ങനെയാ? അവർ ഒരുപാട് ന്യായങ്ങൾ പറയും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ന്യായങ്ങളായിരിക്കും. ആസ്വദിക്കണ്ടേ, ഇങ്ങനെയൊക്കെ നോക്കി നടന്നാൽ, ഹറാമും ഹലാലും നോക്കി നടന്നാൽ, ശരിയും തെറ്റും നോക്കി നടന്നാൽ ശ്വാസം മുട്ടില്ലേ, ഇങ്ങനെയുള്ള കുറെ ന്യായങ്ങളായിരിക്കും. തിന്മകൾ, ഏതേത് തിന്മകളാകട്ടെ, അത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായം അതായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോന്നായി നമ്മൾ എടുത്തു നോക്കുക, ഓരോ ന്യായങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കുക. ആസ്വാദനം എന്ന് പറഞ്ഞുകൊണ്ടാണ് പല തിന്മകളും ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ വിപരീതമാണ്. ആസ്വദിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആസ്വാദനാണോ സംഭവിക്കുന്നത്? ജീവിതത്തിന്റെ ആസ്വാദനങ്ങളെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് ലഹരി ഉപയോഗിക്കുന്നവർ പോകുന്നത്. കാരണം അവർ ഉപയോഗിക്കുന്നവർ വിചാരിക്കുക, ഞാനിതാ പാറിപ്പറക്കുകയാണ്,
എല്ലാവിധ ആസ്വാദനങ്ങളും ഞാൻ നേടുകയാണെന്നാണ് വിചാരിക്കുക. പക്ഷേ അവൻ്റെ കുടുംബവും അവൻ്റെ ഭാവിയും അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ ജോലിയുമെല്ലാം കുളം തോണ്ടുകയാണ് ലഹരിയിലേക്ക് അവൻ പ്രവേശിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത്. നല്ലൊരു കുടുംബജീവിതം സാധ്യമാവുമോ ഒരു കള്ളുകുടിയന്, ഒരു കഞ്ചാവടിയന്? സാധ്യമല്ല. അവന് വിചാരിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന സമയത്ത് അവൻ വിചാരിക്കുന്നത് ഞാനിതാ വലിയ ആസ്വാദനത്തിലാണ് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടാവുന്ന എല്ലാ ആസ്വാദനങ്ങളും അതോടുകൂടി ഇല്ലാതാവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അശ്ലീലങ്ങൾ, ആഭാസങ്ങൾ, അവിഹിത ബന്ധങ്ങൾ. ഇതിലൂടെയൊക്കെ പോകുന്ന ആളുകൾ പറയുന്ന ന്യായം എന്താ? കുറച്ച് ആസ്വാദനം വേണ്ടേ, കുറച്ചൊരു ആസ്വാദനക്ക് എൻജോയ്മെന്റ് വേണ്ടേ, എക്സ്പ്ലോറേഷൻ വേണ്ടേ എന്നാണ് ചോദിക്കുക. പക്ഷെ സംഭവിക്കുന്നത് എന്താ? അവിഹിത ബന്ധങ്ങളിലൂടെ ആസ്വാദനമല്ല ഉണ്ടാകുന്നത്. ഏറ്റവും വലിയ ആസ്വാദനമായ കുടുംബജീവിതവും വിവാഹ ജീവിതത്തിന്റെയും മാധുര്യമില്ലാതാകുന്ന, അത് ആസ്വദിക്കാൻ പറ്റാത്ത രൂപത്തിൽ കുടുംബ തകർച്ചയുണ്ടാകുന്നത് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണ് എന്ന് കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ചെയ്യുന്ന ആളുകൾ ആ ഹറാമുകൾ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്ന ന്യായമാണ് ഞാൻ ആസ്വദിക്കുകയാണെന്ന്. പക്ഷേ ശരിക്കും സംഭവിക്കുന്ന എന്താ? അവന്റെ ജീവിതാവസാനം വരേക്കുമുള്ള ആസ്വാദനം അതോടുകൂടി തകരുകയാണ്. അശ്ലീലങ്ങൾ ആസ്വദിക്കുന്നവർ അവർ വിചാരിക്കാൻ ഞങ്ങൾ ആസ്വദിക്കുകയാണെന്നാണ്. പക്ഷേ അവരുടെ ചിന്താഗതിയും അവരുടെ ബ്രെയിനുമെല്ലാം എന്നേക്കുമായി തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയാണ് ആ ആസ്വാദനങ്ങളിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയുള്ള നമ്മുടെ രണ്ടാമത്തെ ഒരു ന്യായം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നാണ്. എല്ലാവരും ചെയ്യുന്നതല്ലേ, സമൂഹത്തിന്റെ ഒഴുക്ക് ആ രൂപത്തിലല്ലേ എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ എല്ലാവരും ചെയ്യുന്നതാണ് എന്നത് തന്നെ ഒരു ന്യായമല്ല. കാരണം സമൂഹത്തിൽ തിന്മകൾ വ്യാപകമായി എന്നുള്ളത് കൊണ്ട് നന്മ ചെയ്യാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ നന്മയല്ല ശരിയെന്നോ അതുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ പല ട്രെൻഡുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. പല തിന്മകളും ട്രെൻഡായിക്കൊണ്ട് സമൂഹത്തിൽ വളരെ വലിയ ഭൂരിപക്ഷം അത് ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചരിത്രത്തിലൂടെ നമ്മൾ പരിശോധിച്ചു. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ എടുക്കാം. യൂറോപ്പിലൊക്കെ വളരെ വ്യാപകമായ ഇതുപോലെയുള്ള എല്ലാവരും ചെയ്യുന്നത് എന്നുള്ള നിലക്കുള്ള ഒരു ട്രെൻഡായിരുന്നു വിവാഹം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ വിവാഹം വൈകിപ്പിക്കുക എന്നത്. ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളുടെ ഒക്കെ ഭാഗമായിക്കൊണ്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുടുംബ സംവിധാനമാണ്. നമ്മളൊരു ഫാമിലി കോൺഫറൻസിലാണല്ലോ നിൽക്കുന്നത്. ഫെമിനിസ്റ്റ് ചിന്തകരായ അന്നത്തെ ആളുകൾ അവർ പറഞ്ഞത് കുടുംബ സംവിധാനമാണ് പെണ്ണിന്റെ ശവക്കല്ലറ ഒഴുക്കുന്നത്. കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി പെണ്ണൊരു അടിമയാവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് പ്രചാരണങ്ങൾ നടന്നു 1950, 60, 70 കാലഘട്ടങ്ങളിൽ. അങ്ങനെ ഒരുപാട് ആളുകൾ അത് ശരിയാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ള നിലക്ക് ആ ട്രെൻഡിന്റെ പിന്നാലെ പോയിക്കൊണ്ട് ഒരുപാട് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഉള്ള ഒരുപാട് യുവതികൾ ആ ഒരു ആശയം സ്വീകരിച്ചു, വിവാഹം കഴിക്കാതിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ആ ട്രെൻഡിന്റെ പിന്നാലെ പോയി പിന്നെ നമ്മൾ കാണുന്നത് 1990കളും 2000കളും എത്തുമ്പോൾ ഇതേ ഫെമിനിസ്റ്റ് ചിന്തകർ തന്നെ തിരുത്തി എഴുതുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ചില പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബെറ്റി ഫ്രീഡൻ എന്ന് പറയുന്ന ആളെ ഒരുപക്ഷെ ഈ ലിറ്ററേച്ചർ രംഗത്തുള്ള ആളുകളൊക്കെ അവരുടെ പുസ്തകങ്ങളൊക്കെ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും. നമ്മൾ വായിക്കുന്ന പുസ്തകം ദ ഫെമിനിൻ മിസ്റ്റീക്ക് പോലെയുള്ള പുസ്തകങ്ങളായിരിക്കും. അതിലൊക്കെ വിവാഹത്തെയും കുടുംബത്തെയൊക്കെ വളരെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള, തെറ്റായി പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടാവും. പക്ഷേ അതേ വ്യക്തി പിന്നീട് ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അവർ പറയുന്നത് എനിക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമല്ല, ഈ ഫെമിനിസ്റ്റ് ചിന്തകരും അതുപോലെയുള്ള പാശ്ചാത്യ ചിന്തകരും ഏതുവരെയും ചോദിച്ചാൽ മാരി ഹിം എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാടെണ്ണുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെയാണ്, കുടുംബത്തിലൂടെയാണ് നിങ്ങളുടെ യഥാർത്ഥ എൻജോയ്മെന്റ് ഉണ്ടാവുക എന്ന് പുസ്തകം എഴുതുന്ന അവസ്ഥയിലേക്ക്, ഫെമിനിസ്റ്റ് ചിന്തകർ പോലും തിരുത്തി എഴുതുന്ന അവസ്ഥയിലേക്ക് അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ കാര്യങ്ങൾ മാറിമറിയാണ്. എന്താ സംഭവിച്ചത്? ഒരു ട്രെൻഡ് ഉണ്ടായി. ആൾക്കാർക്ക് ഇങ്ങനെ തോന്നി വിവാഹമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. അങ്ങനെ അവർ വിവാഹം ഇല്ലാതാക്കി അല്ലെങ്കിൽ വിവാഹം വൈകിപ്പിച്ചു. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ആ വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ വിവാഹം വൈകിപ്പിച്ച സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. അവന് ഇണയുണ്ടാവണം അല്ലെങ്കിൽ അവൾക്ക് ഇണയുണ്ടാവണം. അതില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഒരുപാട് ഒറ്റപ്പെടലുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ആ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി നമ്മൾ പറഞ്ഞത് ശരിയല്ലായിരുന്നു. ഇങ്ങനെയുള്ള കുറെ ട്രെൻഡുകൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആ ട്രെൻഡുകളുടെ പിന്നാലെ പോയാൽ എല്ലാവരും അങ്ങനെയാണല്ലോ. ഇപ്പം ആ ട്രെൻഡ് നമ്മുടെ നാട്ടിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ആളുകൾ
പരീക്ഷിച്ച് പരാജയപ്പെട്ട ആ ട്രെൻഡുകൾ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അത് വലിയ പുരോഗമനം എന്ന നിലക്ക് അത്തരം ട്രെൻഡുകൾ, കുടുംബം വേണ്ട, വിവാഹം വേണ്ട എന്ന ട്രെൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 10-40 കൊല്ലം മുമ്പുള്ള യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഒന്ന് എത്തി നോക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ സമയം അതിന് ഉപയോഗിക്കുന്നില്ല. പിന്നെ അടുത്ത ന്യായം എന്താ? ശ്വാസം മുട്ടും. ശരിയാണ്, ശ്വാസം മുട്ടുന്നുണ്ട്. എപ്പോഴാണ് ശ്വാസം മുട്ടുക? അച്ചടക്കമില്ലെങ്കിൽ. ശരിയും തെറ്റും നോക്കാതെയുള്ള, നേരും നെറിയും നോക്കാതെയുള്ള ജീവിതത്തിലാണ് യഥാർത്ഥത്തിൽ ശ്വാസം മുട്ട് അനുഭവപ്പെടുക. അല്ലാതെ ഹറാമും ഹലാലും നോക്കിക്കൊണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കൃത്യമായി നോക്കി അച്ചടക്കത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അല്ല ശ്വാസം മുട്ടുക. ഒരുപക്ഷെ നമുക്ക് വളരെ നൈമിഷികമായ ചില പ്ലഷറുകൾ, ചില സുഖങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം. പക്ഷേ നൈമിഷികമായ സുഖങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ നേടുന്നത് ആത്യന്തികമായ ലോങ് ടേമിലേക്കുള്ള ഹാപ്പിനെസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് വിശ്വാസികൾ എന്ന നിലക്ക് അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഖുത്ബകളിലും ക്ലാസ്സുകളിലുമെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യണം, ചിലത് ഹറാമാകുന്നു, ചിലത് കറാഹത്താകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ എന്തൊരടങ്ങാറാണ് അല്ലേ? ഇത് ചെയ്യാൻ പറ്റൂലല്ലോ, മുസ്ലിം ആയിപ്പോയി അല്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല എന്ന രൂപത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് പടച്ചവൻ ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, അത് തിന്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ആത്യന്തികമായി നമുക്ക് ദോഷമായതുകൊണ്ടാണ്, നമുക്കത് നന്മയല്ലാത്തത് കൊണ്ടാണ് പടച്ചവനത് ഹറാമാക്കിയത് എന്ന ബോധ്യമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. നമുക്കൊരു പക്ഷേ ആ വിഷയത്തിന്റെ പൂർണ്ണമായ യുക്തിയൊന്നും ബോധ്യപ്പെട്ടോളുന്നില്ല. 1960കളിലെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് വിവാഹം വൈകിപ്പിക്കുന്നതിന്റെ പ്രശ്നം അവർക്ക് മനസ്സിലായിരുന്നില്ല. അതിന്റെ കാരണം എന്താ? അവർക്ക് ചിന്തക്ക് പരിമിതിയുണ്ടായിരുന്നു. അവർ മനുഷ്യരാണ് എന്നതാണ്. നമ്മൾ മനുഷ്യരാണെന്നും നമുക്ക് ചിന്തിക്കാനും ആലോചിക്കുന്നതിനും പരിമിതിയുണ്ടെന്നും ആ പരിമിതികളൊന്നുമില്ലാത്ത പടച്ചവനൊരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പല കാര്യങ്ങളോടും അനിഷ്ടമുണ്ടായേക്കാം, യഥാർത്ഥത്തിൽ വഹുവ ഖൈറുൽ ലക്കും, അത് ശരിക്കും നിങ്ങൾക്ക് ഹൈറായിരിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും. കൂട്ടുകാരെല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ സർക്കിളുകളിലുള്ള എല്ലാവരും അത് ചെയ്യുന്നുണ്ടല്ലോ, അത് ആസ്വദിക്കുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ അത് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തെങ്കിൽ എന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടായേക്കാം, നമുക്കത് ഇഷ്ടമുണ്ടായേക്കാം. വഹുവ ശർറുൽ ലക്കും, ശരിക്കും നിങ്ങൾക്കത് ഷർറായിരിക്കും, നിങ്ങൾക്കത് ദോഷകരമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവിനാണ് അറിയുന്നത്, നിങ്ങൾക്കറിവില്ല. എല്ലാം അറിയുന്ന പടച്ചവൻ വിശുദ്ധ ഖുർആനിലൂടെ തിരു ഹദീസുകളിലൂടെ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ശരി, അതാണ് ആത്യന്തികമായ ശരിയെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി അതിനെ സമർപ്പിച്ച് ജീവിക്കാൻ സാധിക്കണം. ആ സമർപ്പണത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം എന്നുള്ളത്. അതല്ലാതെ നമ്മുടെ പരിമിതമായ ചിന്തയും ആലോചനയും വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. ലോകത്ത് ഒരുപാട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ് അല്ലേ? ഈ ഇരിക്കുന്ന കുറച്ച് പ്രായമായ അല്ലെങ്കിൽ ഒരു 10-30 വയസ്സെങ്കിലും ആയിട്ടുള്ള ആളുകൾ, നിങ്ങളോട് ഞാൻ ഇപ്പോൾ ഒരു പ്ലെയിനായ ഒരു ചോദ്യം ചോദിക്കാൻ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചത് വെച്ച് നമുക്ക് ജനസംഖ്യ ഗുണമാണോ ദോഷമാണോ? വിഷയത്തെക്കുറിച്ച് വേറെ പഠനമൊന്നും നടത്തിയിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഉത്തരം പറയുക? ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിലൊക്കെ വരച്ചിട്ടുള്ള ചില ചാർട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ? ജനസംഖ്യ കൂടുന്നു, അതോടുകൂടി പോവേർട്ടി അതിനനുസരിച്ച് കൂടും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും എന്നതായിരിക്കും നമ്മൾ സ്കൂളിലടക്കം പഠിച്ചിട്ടുണ്ടാവുക. അതിന് കുറേ തിയറികളൊക്കെ, മാൾത്തൂസിൻ്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. ശരിയാണ്, അന്നത്തെ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ ചിന്തിച്ച് മനുഷ്യൻ തീരുമാനിച്ചു ജനസംഖ്യ കൂടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്ന് ലോകം എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? പോപ്പുലേഷൻ്റെ പ്രശ്നങ്ങളല്ല ലോകം ചർച്ച ചെയ്യുന്നത്, മറിച്ച് പോപ്പുലേഷൻ ഡിക്ലൈനിൻ്റെ പ്രശ്നമാണ്, പോപ്പുലേഷൻ കൊളാപ്സിൻ്റെ പ്രശ്നമാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ്. 3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യം ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് നശിച്ചു പോകും. അത് അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതാ വരിക? ഫലസ്തീനാണോ, ഇറാനാണോ? അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക? അല്ല, യുദ്ധം നടന്നുകൊണ്ട് ഏതെങ്കിലും രാജ്യം നശിക്കുന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ ആലോചിക്കുക. പക്ഷെ അതൊന്നുമല്ല, യുദ്ധം കൊണ്ടൊന്നുമല്ല ഒരു രാജ്യം നശിക്കാൻ പോകുന്നത്.
പോപ്പുലേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരു രാജ്യം നശിക്കാൻ പോവുകയാണ്. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, മറിച്ച് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് ഇല്ലാതാകുമെന്ന് പറയുന്നത് അവിടെയുള്ള പ്രധാനമന്ത്രിയാണ്, അവിടെയുള്ള രാഷ്ട്രീയക്കാരാണ്. നമ്മുടെ രാജ്യം ഇനി ഇല്ലാതാവാൻ പോവുകയാണെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഒന്നുമില്ല, പോപ്പുലേഷൻ നിയന്ത്രിച്ചു. ജപ്പാനിൽ പുതിയ തലമുറ ഇല്ലാതായി. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവായ, ക്രിയാത്മകമായി ചെയ്യാൻ സാധിക്കുന്ന തലമുറ ഇല്ലാതായി. അതിൻ്റെ കൂടെ ആ പോപ്പുലേഷൻ്റെ വലിയൊരു വിഭാഗം പ്രായമുള്ളവരായി, എന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ് അല്ലാത്ത സൊസൈറ്റി ഉണ്ടായി. അതിൻ്റെ കൂടെ ഫെമിനിസ്റ്റ് ലിബറൽ ആശയങ്ങളുള്ളത് കൊണ്ട് ആളുകൾ വിവാഹത്തിനോടുള്ള വിമുഖതയും കൂടി കാണിക്കാൻ തുടങ്ങിയതോടുകൂടി ഒരു സൊസൈറ്റി നിലനിൽക്കാൻ ആവശ്യമായ പോപ്പുലേഷൻ പോലും ഇല്ലാതായിക്കൊണ്ട് പതിയെ അത് കുറഞ്ഞു വന്നുകൊണ്ട് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാകും എന്ന ചർച്ചയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, നമ്മൾ പഠിച്ചെന്താ? നമ്മുടെ വളരെ പരിമിതമായ യുക്തിയും ബുദ്ധിയൊക്കെ വെച്ചിട്ട് നമ്മൾ ആലോചിച്ചു ആളിങ്ങനെ കൂടുക, അപ്പം എന്ത് ചെയ്യും? അതിനനുസരിച്ച് വിഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ പട്ടിണിയാകും. അങ്ങനെയല്ല സംഭവിച്ചത്. മനുഷ്യരെന്ന് പറയുന്ന മാനവ വിഭവശേഷി എന്ന് പറയാം. മനുഷ്യരെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ വിഭവമാണ്. ആ മനുഷ്യർ കൂടുന്നത് കൊണ്ട് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുക, നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയും ഇന്ത്യ ശക്തമായ രാജ്യമാണ്, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഏറ്റവും 1-ാം നമ്പർ ആകുമെന്നൊക്കെ പറയും. എന്താ കാരണം? ഇന്ത്യയുടെ ജനസംഖ്യയാണ് നമ്മുടെ കരുത്ത്. ചൈന നമ്മളെക്കാൾ വളരെ ശക്തമായ രാജ്യമായിരുന്നു, പക്ഷെ ആ ചൈനയുടെ ശക്തി കുറയുന്നു എന്ന് നമ്മൾ പറയുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചൈന നമ്മളെക്കാൾ താഴെ പോകുന്നു പറയും. എന്താ കാരണം? ചൈനയുടെ ജനസംഖ്യ കുറയുന്നു. അപ്പം എന്താ സംഭവിച്ചത്? നമ്മൾ സ്കൂളിലൊക്കെ കാണാപ്പാഠം പഠിച്ച് മാൾത്തൂസിന് സിദ്ധാന്തവും പാടിപ്പറഞ്ഞ് നടന്ന ആ സംഭവം ശരിയല്ലായിരുന്നു എന്ന് ഇന്ന് ലോകം മനസ്സിലാക്കുന്നു. ഏതുവരെ ചോദിച്ചാൽ ചൈനയുടെ പ്രസിഡന്റ് അവരുടെ പാർലമെന്റിലും അതുപോലെ തന്നെ അവരുടെ യോഗങ്ങളിലും പറയുന്നത് ഏതുവരെ ചോദിച്ചാൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ട് ചൈനയെ രക്ഷിക്കണമെന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അവിടെയുള്ള സ്ത്രീകളോട് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഗൗരവകരമായിരിക്കും അത്? അത്രത്തോളം ഗൗരവകരമായ അവസ്ഥയിലേക്ക് ചൈന പോലെയുള്ള, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഗ്രേയിങ് ഓഫ് യൂറോപ്പ്, കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദീകരിച്ചു പോകുന്നില്ല. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഗൂഗിളിൽ അതൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഗ്രേയിങ് ഓഫ് യൂറോപ്പ് അല്ലെങ്കിൽ ഏജിങ് ഓഫ് യൂറോപ്പ്. പ്രായം കൂടിയതുകൊണ്ട് ആ യൂറോപ്യൻ രാജ്യങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ. നമ്മുടെ ചിന്ത വെച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് എന്താ തോന്നിയത്? പോപ്പുലേഷൻ കൂടിയാൽ വലിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ആ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. ആ കാര്യങ്ങളുടെ തുടർച്ചയായി പോപ്പുലേഷൻ ഇല്ലാത്തത് കൊണ്ട് രാജ്യങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. അവിടെയാണ് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് ഒന്നുകൂടി പ്രസക്തമാകുന്നത്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനാണ് അറിയാവുന്നത്, നമുക്കറിവില്ല. നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്, നമ്മുടെ ചിന്തക്ക് പരിമിതിയുണ്ട്. ആ പരിമിതികളൊന്നുമില്ലാത്ത പടച്ചവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നതാണ് യുക്തി. നമ്മുടെ ചിന്തയിൽ ഒരുപക്ഷെ അതിൻ്റെ പൂർണ്ണമായ ന്യായങ്ങളും പൂർണ്ണമായ കാരണങ്ങളും നമുക്ക് ആലോചിച്ചെത്താൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ചിന്തക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ്. ആ പരിമിതി ഒന്നുമില്ലാത്ത പടച്ചവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന രൂപത്തിൽ പരിപൂർണ സമർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ജീവിത വീക്ഷണമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് സമൂഹത്തെയും കുടുംബത്തെയും എല്ലാം ബാധിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. ഏതേത് തിന്മകളാണെങ്കിലും, അത് ലഹരിയാണെങ്കിലും അശ്ലീലങ്ങളാണെങ്കിലും ആഭാസങ്ങളാണെങ്കിലും വിവാഹേതര ബന്ധങ്ങളാണെങ്കിലും അവിഹിത ബന്ധങ്ങളാണെങ്കിലും ഏതു വിഷയത്തിൽ നിന്നും ആ തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ യുക്തി വെച്ച് ന്യായീകരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി പടച്ചവൻ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും സമൂഹത്തിനും അതുപോലെ തന്നെ മനുഷ്യകുലത്തിനും അത് ദോഷകരമായതുകൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ രൂപത്തിൽ ആ തിരിച്ചറിവോടുകൂടി പരിപൂർണമായി സമർപ്പിച്ചവരാകാൻ, മുസ്ലിങ്ങളാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.